ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ BDFൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് നല്ല കട്ട ഇറച്ചി ഒരു 3-4 പീസാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് 7-8 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 90% വേവിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. ബാറ്ററിന് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് കോൺഫ്ലോർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ. പിന്നെ ഇതിലേക്ക് നമ്മൾ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീറ്റ് വേവിച്ച സ്റ്റോക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് ബാറ്റർ ഇത്തിരി ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ലൂസൺ ചെയ്യാൻ നമുക്ക് സെയിം സ്റ്റോക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോ പീസസായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു 2-3 മിനിറ്റ് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാക്സിമം 4 മിനിറ്റ്. അതിൽ കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഫ് ഭയങ്കര ഹാർഡായി പോകുമ്പോൾ കഴിക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ ഫൈനലി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കീറിയിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുത്താൽ നമ്മുടെ BDF റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.